PM ശ്രീ വിഷയത്തിൽ പാർട്ടി നിലപാട് മയപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് CPI നേതൃത്വം. മുന്നണി മര്യാദ ലംഘിച്ച് PM ശ്രീയുമായി മുന്നോട്ടു പോയാൽ മന്ത്രിമാരെ പിൻവലിക്കണം എന്ന് നേതാക്കൾ. കെ രാജനും പി പ്രസാദും രാജ്യസന്നദ്ധത അറിയിച്ചതായാണ് സൂചന. അതേസമയം PM ശ്രീ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കാതെ ബിനോയ് വിശ്വം, പി പ്രസാദും ഒഴിഞ്ഞുമാറി. പൈസക്കാണ് ഇങ്ങനെ ഒരു കരാറിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പൈസ കിട്ടാൻ വേണ്ടിയാണ് കരാറിൽ ഒപ്പിട്ടതെന്നാണ് പറയുന്നത്. ഈ മന്ത്രിമാരെ സംബന്ധിച്ച് രാജ്യസന്നദ്ധ അങ്ങനെയെങ്കിലും അറിയിച്ചോ? അതായത് പാർട്ടി നിലപാട് പ്രക്ഷരവും മിണ്ടിയില്ല. ബിനോയ് വിശ്വവും പി പ്രസാദും ഒക്കെ ഒഴിഞ്ഞു മാറുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമനും AK സ്റ്റെഫനും നമുക്ക് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്യാം പ്രസാദ് ഉത്തമനിലേക്ക്. ശ്യാം, കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPI നേതൃത്വം. ഈ മുന്നണി മര്യാദ ലംഘിച്ചു എന്നത് തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. എങ്ങനെയായിരിക്കും ഇനി CPIയുടെ ഒരു പ്രതികരണം വരിക? ശക്തമായ രീതിയിൽ പ്രതികരിച്ചാൽ അത് ഏതറ്റം വരെയും പോകാം എന്നതാണല്ലോ നടക്കുന്ന ചർച്ചകൾ. മോത്തി, അതായത് ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പാർട്ടി ആദ്യമേ ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാട് ഇത് മുന്നണിയിലും പങ്കുവച്ചതാണ്. പക്ഷേ ആ കാര്യങ്ങളൊന്നും പരിശോധിക്കാതെയാണ്, മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയിൽ പോലും ഈ കാര്യം അജണ്ട ഉൾപ്പെടുത്താതോടുകൂടി ഈ പദ്ധതിയിൽ പെട്ടെന്ന് തിടുക്കത്തിൽ ഒപ്പിട്ട പദ്ധതി ഇതെന്തിനു വേണ്ടി എന്നതായിരുന്നു ബിനോയ് വിശ്വം പോലും വാർത്താ സമ്മേളനത്തിൽ പോലും ചോദിച്ചത്. അതായത് പാർട്ടിയെ അല്ലെങ്കിൽ മന്ത്രിമാരെ പോലും ഇരുട്ടിലാക്കിക്കൊണ്ട് ഈ ഒരു പദ്ധതി ഇങ്ങനെ തിടുക്കം കൊണ്ട് ഒപ്പിട്ടതെന്തിന് എന്നിങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും നേതാക്കൾ പോലും പറഞ്ഞത്, പാർട്ടി ഇത്തരത്തിലൊരു നിലപാട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് LDFൽ ചർച്ച ചെയ്യേണ്ടതല്ലേ, എന്തുകൊണ്ട് LDF ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നീ കാര്യങ്ങളും പാർട്ടി നേതൃത്വം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി സംസ്ഥാന കൗൺസിലിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ പോലും നേതൃത്വം പറയുന്നത്, പാർട്ടിയുടെ സമ്മേളനത്തിൽ പോലും ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച് പ്രത്യേകമായ പ്രമേയമടക്കം തയ്യാറാക്കിയതാണ്. പാർട്ടിയുടെ ആ ഒരു പ്രമേയത്തെ പോലും തള്ളിക്കളയുന്ന നിലപാടായിരിക്കും ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നതാണ്. അതിലുപരിയായിട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത്, ദേശീയ നേതൃത്വം പോലും ഈ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ മന്ത്രിമാരെ വേണ്ടി വന്നാൽ മന്ത്രിമാരെ പിൻവലിക്കണം എന്നതാണ് ഭൂരിഭാഗം നേതാക്കളുടെയും ആവശ്യം. ഈ ആവശ്യം പാർട്ടി നേതൃത്വത്തിന് മുമ്പാകെ പങ്കുവച്ചപ്പോഴാണ് മന്ത്രി കെ രാജനും പി പ്രസാദും ഈ വിഷയത്തിൽ തങ്ങൾ രാജിവെക്കാൻ തയ്യാറാണ് എന്ന കാര്യം പാർട്ടിക്ക് മുമ്പാകെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇവിടെ പുന്നപ്ര വേലാർ ദിനമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നേതാക്കളെല്ലാം തന്നെ ആലപ്പുഴയിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആലപ്പുഴയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് രാവിലെ 10 മണിയോടുകൂടിയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുക. ഈ എക്സിക്യൂട്ടീവിന് മുന്നോടിയായിട്ടാണ് അല്പം മുമ്പ് മന്ത്രി പി പ്രസാദിനെയും ബിനോയ് വിശ്വത്തെയും ഇത് സംബന്ധിച്ച് എന്തായിരിക്കും നിലപാടെന്ന് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഒരക്ഷരം പോലും അവർ മിണ്ടാൻ തയ്യാറായിട്ടില്ല. എന്തായാലും പാർട്ടി ഇതിനകത്ത് എന്ത് നിലപാടെടുക്കും എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. മന്ത്രിമാരടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പാർട്ടി എന്ത് നിലപാടാണ് എടുക്കുന്നത് ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന കാര്യം തന്നെയാണ് നിലവിൽ പാർട്ടിയുടെ മന്ത്രിമാർ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ എടുക്കുന്ന കടുത്ത തീരുമാനം എന്തായിരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി ശ്യാം, ഏതായാലും മന്ത്രിമാർ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.